നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജോസ് മോൻ എന്ന ആ പിതാവ് കഴിഞ്ഞ 2 ദിവസമായി സമാധാനത്തോടുകൂടി ഉറങ്ങുകയാണ്. സ്വന്തം വീട്ടിലല്ലെങ്കിലും കസ്റ്റഡിയിലാണെങ്കിൽ പോലും പോലീസ് സെല്ലിലും സമാധാനത്തോടുകൂടെ ഉറങ്ങാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ സ്വന്തം മകളുടെ ചോര പുരണ്ടിട്ടുണ്ട്. ആ ചോരയുടെ ഗന്ധമടിച്ച് അദ്ദേഹത്തിന് കുറ്റബോധമോ അല്ലെങ്കിൽ സങ്കടമോ ഒന്നുമല്ല, മനസ്സമാധാനമുണ്ടല്ലോ എന്നോർത്തുള്ള ആശ്വാസത്തിന്റെ ഉറക്കമാണ്. ഒരുപക്ഷെ തന്റെ മകൾ എങ്ങനെയാണ്, എപ്പോൾ മുതലാണ് ഇത്തരത്തിൽ തങ്ങളുടെ കുടുംബത്തിന് എതിരായി വളർന്നു തുടങ്ങിയത് എന്ന ചിന്തയൊക്കെ ആ മനസ്സിലൂടെ ഓടിപ്പോകുന്നുണ്ട്. ഏഞ്ചൽ എന്ന മകളെ ചതിച്ചതോ അല്ലെങ്കിൽ ഏഞ്ചലിനെ വഴിതെറ്റിച്ചത് ആരാണെന്ന ചോദ്യവും ഉയരുകയാണ്. സത്യത്തിൽ അദ്ദേഹത്തിന് അറിയേണ്ടത് ഏഞ്ചൽ രാത്രി കാണാൻ പോകുന്നത് ആരെയായിരുന്നു. ഏഞ്ചലിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഏഞ്ചൽ ഇത്തരത്തിലുള്ള വഴിവിട്ട ബന്ധം നടത്താൻ പുറത്തുനിന്ന് ആരുടെയെങ്കിലും സമ്മർദ്ദമുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇത്രയും ധൈര്യത്തോടുകൂടി എല്ലാം ചെയ്യാൻ ആരാണ് അവളെ പിന്തുണച്ചത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. അങ്ങനെ ആ മൂന്നാമനെ കണ്ടെത്താനുള്ള ശ്രമം നടക്കും. ജോസ് മോൻ തന്റെ സ്വന്തം മകളെ കഴുത്തുനെരിച്ച് കൊലപ്പെടുത്തിയ നടുക്കത്തിൽ തന്നെയാണ് ഇപ്പോഴും ഓമനപ്പുഴ ഗ്രാമം വാസികൾ. ഇപ്പോഴും ഓമനപ്പുഴ ഗ്രാമം, ഒരു ഗ്രാമം ഒന്നടങ്കം ഒരു കൊലപാതകിയോടൊപ്പം നിൽക്കണമെങ്കിൽ അവിടെ നടന്നത് എന്തൊക്കെയായിരുന്നുവെന്ന് ഓർക്കാവുന്നത് മാത്രമല്ലേ ഉള്ളൂ. കാരണം ജോസ് മോൻ എന്ന വ്യക്തിയെക്കുറിച്ച് നാട്ടിലെല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനെ അല്ലായിരുന്നു ജോസ് മോൻ. അത്യാവശ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലടക്കം ആൾ വളരെ സജീവമായിരുന്നു. സഹികെട്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നാണ് ജോസ് മോൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. വീട്ടിൽ എല്ലാവരെയും നിരന്തരം ഉപദ്രവിക്കും, എപ്പോഴും വഴക്ക്, പറഞ്ഞാൽ അനുസരണയുമില്ല, സഹികെട്ട് ചെയ്തു പോയതാണ് സാറേ. എന്നാൽ ജോസ് മോന്റെ കുറ്റസമ്മതം ഇങ്ങനെയായിരുന്നു. ഇപ്പോഴിതാ കേസിന്റെ ചുഴലളിച്ച പോലീസ് ബുദ്ധിയാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ഏഞ്ചലിന്റെ മൃതദേഹം ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ ഡോക്ടർക്ക് ഉദിച്ച സംശയമാണ് കേസിൽ വഴിത്തിരിവായത്. തുമ്പായി മാറിയത് യുവതിയുടെ കഴുത്തിലെ പാടായിരുന്നു. ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ കരഞ്ഞ് നിലവിളിച്ച മാതാപിതാക്കളുടെ നാടകവും നാട്ടുകാർ കണ്ടു. ചെടിക്കാട് ആശുപത്രിയിലുള്ള ഡോക്ടറുടെ സംശയമാണ് കേസിന് വലിയൊരു വഴിത്തിരിവായത്. കഴുത്തിൽ കണ്ടെത്തിയ പാടാണ് നിർണായകമായത്. ഉടൻ വിവരം പോലീസിനെ അറിയിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് ഉറപ്പിച്ചത്. തുടർന്നാണ് ഫ്രാൻസിസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിൽ മകളെ കഴുത്തുനിരിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന് ഇയാൾ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഫ്രാൻസിസിന്റെ ദേഹത്ത് പിടിവൽ നടന്നതിന്റെ ഒരു ലക്ഷണവുമില്ലെന്നായിരുന്നു. ഇതോടെയാണ് മറ്റൊരാളുടെയോ സഹായം ഫ്രാൻസിസിന് ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസിന് വ്യക്തമായത്. ഇങ്ങനെയാണ് അന്വേഷണം അമ്മ ജെസ്സിയിലേക്കും സാധാരണ മരണമാണ് എന്ന് മൊഴി നൽകിയ അമ്മാവൻ അലോഷ്യസിലേക്കും എത്തിയത്. ആദ്യം ചോദ്യം ചെയ്യലിൽ നിഷേധിച്ചെങ്കിലും പിന്നീട് ജെസ്സി കുറ്റവും സമ്മതിച്ചു. ജെസ്സിക്ക് ആരെയൊക്കെയോ സംശയമുണ്ട്. സത്യത്തിൽ ഫ്രാൻസിസിനെക്കാളും ഒരുപക്ഷെ ആ കാര്യങ്ങളൊക്കെ തന്നെ അറിയാവുന്നത് അമ്മ ജെസ്സിക്കായിരുന്നു. ജെസ്സി 2 പേരുടെ പേര് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഫോൺ പരിശോധിച്ചാൽ എല്ലാം അറിയാം സാറേ എന്നടക്കമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരുപക്ഷെ ജെസ്സി കൃത്യമായി തന്നെ അയാളെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ബുധനാഴ്ച ഫ്രാൻസിസ് കുറ്റസമ്മതം നടത്തിയിരുന്നു. പിന്നാലെ രാത്രിയോടെ മണ്ണഞ്ചേരി പോലീസ് എത്തി വീട് പൂട്ടിയിരുന്നു. ഇന്നലെ രാവിലെയാണ് അമ്മ ജെസ്സിയെയും അമ്മാവൻ അലോഷ്യസിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് ചെയ്തത്. ഏഞ്ചൽ ജോസിന്റെ കൊലപാതകം മറച്ചുവെക്കാനുള്ള ആസൂത്രണം നടത്തിയത് മാതൃ സഹോദരൻ അലോഷ്യസ് ആണ്. രാത്രി 11 മണിയോടുകൂടി ഏഞ്ചൽ കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ അലോഷ്യസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. മരിച്ച നിലയിൽ കാണുകയായിരുന്നുവെന്ന് പറയാൻ മൂവരും കൂടി തീരുമാനിക്കുകയായിരുന്നു. 12 മണിയോടെയാണ് അലോഷ്യസ് മടങ്ങിപ്പോയത്. ശേഷം പിറ്റേന്ന് രാവിലെ 6:30യോടുകൂടി മകൾ മരിച്ചത് പറഞ്ഞ് കുടുംബാംഗങ്ങൾ അലമുറയിട്ട് കരഞ്ഞു. എന്തായാലും ഈ കേസിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് റിട്ടയർഡ് SP ജോർജ് ജോസഫ് പറയുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ കന്യാസ്ത്രീ പട്ടത്തിന് പോയി മടങ്ങി വന്ന പെൺകുട്ടി മാതാപിതാക്കൾ കഴുത്ത് ഞെരിച്ച് കൊന്നു എന്ന വാർത്ത വന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. ആലപ്പുഴ മണ്ണഞ്ചേരി ഓമനപ്പുഴയിൽ ജോസ് മോൻ എന്ന ഓട്ടോ ഡ്രൈവർ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മകളാണ് ഏഞ്ചൽ. ഏഞ്ചലിൻ്റെ അമ്മ ജെസ്സി. ഈ പെൺകുട്ടി കന്യാസ്ത്രീ ആകണമെന്ന് പറഞ്ഞ് നേരത്തെ കന്യാസ്ത്രീ മഠത്തിൽ ചേർന്നു. 4-5 മാസം നിന്ന് കഴിഞ്ഞപ്പം അവിടെ നിന്ന് പിണങ്ങി മടങ്ങി വന്നു. വീട്ടിൽ വന്ന ശേഷം വീട്ടുകാർ ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചയപ്പിച്ചു. അതിനുശേഷം വീട്ടിൽ നിൽക്കില്ല, മടങ്ങിപ്പോരും, വീട്ടിൽ വന്ന് നിൽക്കും. അങ്ങനെ ഭർത്താവുമായിട്ട് പിണക്കം. കഴിഞ്ഞ 5 മാസമായി ഭർത്താവിൻ്റെ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ തന്നെയാണ്, ജോസ് മോൻ്റെ പിതാവിൻ്റെ വീട്ടിലാണ് ഈ പെൺകുട്ടി നിൽക്കുന്നത്.
28 വയസ്സുള്ള ഈ കുട്ടി ഇവർക്ക് മക്കളില്ല. ഭർത്താവിൻ്റെ വീട്ടിൽ തിരിച്ചു പോകാൻ മാതാപിതാക്കൾ ഇവളെ നിർബന്ധിച്ചപ്പോൾ ഇവൾ അതിന് വഴങ്ങിയില്ല. അതിനെ സംബന്ധിച്ച് പല ദിവസം വഴക്കായി. ഇതിൻ്റെ ഇടയിൽ പെൺകുട്ടി വീട്ടിലുണ്ട്. ഭർത്താവിൻ്റെ വീട്ടിൽ മടങ്ങാതെ പോകുന്നതിനെ പറ്റി ദിവസവും ആ വീട്ടിൽ വഴക്കുണ്ടാവും. കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ഇതേപ്പറ്റി വഴക്കുണ്ടായി. ആ സമയത്ത് പെട്ടെന്ന് രാത്രി 8:30 മണിക്ക് സ്കൂട്ടർ എടുത്ത് ഏഞ്ചൽ വെളിയിലോട്ട് പോയി. ആരെ കാണാൻ പോയി എന്നറിയില്ല. തിരിച്ചു വന്നപ്പോൾ ഇതിങ്ങനെ പല ദിവസം ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തിരിച്ചു വന്നപ്പം മാതാപിതാക്കൾ അത് ചോദ്യം ചെയ്തു. അവളുമായിട്ട് വഴക്കായി, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായി. ആ സമയത്ത് പിതാവ് കയ്യിലിരുന്ന തോർത്തുകൊണ്ട് അവളുടെ കഴുത്തിലിട്ട് ചുറ്റി വലിച്ചു മുറുക്കി. പെൺകുട്ടി കുഴഞ്ഞു വീണു, മരിച്ചു. അവരത് പ്രതീക്ഷിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു വഴക്കായിരുന്നു. കഴുത്തിലെ തോർത്തിട്ട് മുറുക്കി അരിശം വന്നപ്പോൾ എന്തായാലും അവർ പെൺകുട്ടിയെ എടുത്ത് മരിച്ചു എന്ന് മനസ്സിലാക്കിയപ്പം അവളെ ഒരു മുറിയിലെടുത്ത് കിടത്തി. രാത്രി മുഴുവൻ അവരവിടെ ഇരുന്നു. അതോടൊപ്പം ഭാര്യ ജെസ്സിയുടെ സഹോദരൻ സേവ്യർ രാത്രിയിൽ അവിടെ വന്നു. എന്തായാലും അടുത്ത ദിവസം ചൊവ്വാഴ്ച രാവിലെ പെൺകുട്ടി മുറിയിൽ അനക്കമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ ജോസ്മോനും ഭാര്യ ജെസ്സിയും കിടന്ന് കരഞ്ഞും ബഹളം വെച്ചു. ആ സമയത്ത് അയൽവക്കത്തുള്ളവരെല്ലാം ഓടിക്കൂടി. വന്നവരെ പെൺകുട്ടിയെ ആശുപത്രി കൊണ്ടുപോകാൻ ശ്രമിച്ചു. ആശുപത്രി കൊണ്ടുപോയി. അവർ വിചാരിച്ചത് പെൺകുട്ടിക്ക് എന്ത് അസുഖം വന്ന് പെട്ടെന്ന് അങ്ങ് മരണമടഞ്ഞു, അനക്കമില്ലാതെ കിടക്കുന്നു എന്ന് കരുതി അവർ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പം ബ്രോഡ് ഡെഡ് ആണ്, മരിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഡോക്ടർമാർക്ക് സംശയമായി. ദേഹത്ത് മറ്റു മുറിവുകളൊന്നും കണ്ടില്ല. അതേസമയത്ത് കഴുത്തിൽ അവിടെ ഇവിടെയും കൺഫ്യൂഷൻസ് കണ്ടു. ഇതിൽ അവർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് വന്നു, മണ്ണഞ്ചേരി പോലീസ് വന്നു. ഏതായാലും ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പം കഴുത്തിലെ ആ പരിക്ക് മൂലമാണ് മരണമടഞ്ഞത്. ശ്വാസം മുട്ടി മരിച്ചു, അല്ലെങ്കിൽ വെയിൻ കട്ട് ചെയ്തു. ഏതായാലും കഴുത്ത് മുറുകി പെൺകുട്ടി 28 വയസ്സുള്ള ഏഞ്ചൽ എന്ന പെൺകുട്ടി മരണമടഞ്ഞു. പോലീസിനെ അറിയിച്ചതുകൊണ്ട് പോലീസ് ഈ സ്ഥലത്ത് വന്ന് മാതാപിതാക്കളെ ചോദ്യം ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് പോലീസിന് മനസ്സിലായി ഇതൊരു മർഡറാണ്. അങ്ങനെ വന്ന് അവിടുത്തെ മണ്ണഞ്ചേരി ഇൻസ്പെക്ടർ ടോൾസം ബി ജോസഫും സംഘവും അവിടെ എത്തി. ആ ഇൻസ്പെക്ടർ ജോസ്മോൻ എന്ന ഓട്ടോ ഡ്രൈവറെ ചോദ്യം ചെയ്തു. അതിനുശേഷം ബന്ധുക്കളെ ഓരോരുത്തരും ചോദിച്ച് ആരുടെ ഭാഗത്തു നിന്നാണ് ഈ അപകടം ഉണ്ടാക്കിയത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ബന്ധുക്കളെയും ഭാര്യയും മറ്റവരെയും ചോദ്യം ചെയ്തു. അവരെയൊക്കെ ചോദ്യം ചെയ്യുന്നത് കണ്ട് വിഷമിച്ച് ജോസ്മാൻ കുറ്റം സമ്മതിച്ചു. താനാണ് അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചത്, അങ്ങനെയാണ് അവൾ മരിച്ചതെന്ന് സമ്മതിച്ചു. ആ സംഭവത്തോടനുബന്ധിച്ച് പോലീസ് ആദ്യം അവരുടെ പിതാവ് ജോസ്മോനെ അറസ്റ്റ് ചെയ്തു. ഭാര്യയ്ക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്ന് അവരെ ചോദ്യം ചെയ്തെന്നും മറ്റുള്ളവരെ സാക്ഷികളെ ചോദ്യം ചെയ്തെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നൊക്കെ പരിക്കേറ്റ് അത് ഭാര്യയും കൂടെ ചേർന്നാണ് ആ പരിക്ക് പറ്റിച്ചത് എന്ന് കണക്കാക്കി അവരെ ഇവിടെ അറസ്റ്റ് ചെയ്തെന്ന് മനസ്സിലാവുന്നു. രാത്രി അവിടെ വന്ന് തെളിവ് നശിപ്പിക്കാനും മറ്റും കൂട്ടുനിന്നതിന് ജെസ്സി എന്ന ജോസ്മാൻ്റെ ഭാര്യയുടെ സഹോദരൻ അയാളെയും കൂടെ ഇപ്പോൾ പ്രതിയാക്കിയെന്ന് അറിയുന്നത്. അയാൾ സേവ്യർ രാത്രിയിൽ അവിടെ വന്ന് മടങ്ങിപ്പോയി, അന്നേരം തെളിവ് നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും ഈ മരിച്ച കുട്ടിക്ക് ആ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാൻ യാതൊരു മനസ്സുമില്ലായിരുന്നു. 5 മാസമായിട്ട് തുടർച്ചയായിട്ട് ഈ വീട്ടിൽ നിൽക്കുകയായിരുന്നു. കന്യാശ്രമണത്തിൽ നിന്ന് വന്ന കുട്ടിയാണ്. അവളെ കല്യാണം കഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കണം. ഇനി ഒരു സഹോദരിയും കൂടെ വീട്ടിലുണ്ട്. അതുകൊണ്ട് അവളെ നിർബന്ധിച്ച് അയക്കാൻ നോക്കിയിട്ട് അവൾ പോകുന്നില്ല. അതേ സംബന്ധിച്ച് വീട്ടിലൊരു വഴക്കുണ്ടാകുമ്പം ഇവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് സ്കൂട്ടറിൽ കയറിയാണ് പോകുന്നത്. പിന്നെ സൗകര്യമുള്ള സന്ദർഭത്തിലാണ് മടങ്ങി വരുന്നത്. എവിടാ പോകുന്നത്, ആരുമായിട്ടാണ് ബന്ധം, ഏത് വീട്ടിലാണ് പോയതെന്നൊന്നും വീട്ടുകാർക്ക് അറിയില്ല. അതിനെ നേരത്തെ ഇതുപോലെ പോകുന്നതിനെ പറ്റിയൊക്കെ ചോദ്യം ചെയ്ത് ഇപ്പം വീണ്ടും പോയി വന്നപ്പോഴാണ് പിടിവലിയും അടിപിടിയും ആയത്. ആ പെൺകുട്ടി വിളിച്ചു കാണുമായിരിക്കും, കഴുത്ത് പിടിച്ച് ഞെരിച്ചു. അപ്പോൾ മരണമടഞ്ഞു എന്നാണ്
കുറ്റം ഏതായാലും ജോസ്മോൻ സമ്മതിച്ചിട്ടുണ്ട്. തൻ്റെ ഭാര്യയ്ക്കും ഇതിനകത്ത് റോളില്ല എന്ന് പറഞ്ഞെങ്കിലും പോലീസ് അത് കണക്കാക്കുന്നില്ല. കാരണം ആ കൊലപാതകത്തിൻ്റെ ശ്രമം രണ്ടുപേരുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ എന്ന് പോലീസിന് തോന്നിയിട്ടുണ്ട്. അതിലെ ചില തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമം രാത്രി ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഫാബ്രിക്കേറ്റർ കഥയുണ്ടാക്കി ആ പെൺകുട്ടി രാത്രി ഉറങ്ങാൻ കിടന്ന സമയത്ത് എങ്ങനെയോ മരിച്ചു, അല്ലെങ്കിൽ വീട്ടിലെ ആൾക്കാർ അതുകൊണ്ടാണ് നിലവിളിച്ചത് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നെങ്കിലും അത് മണ്ണഞ്ചേരി പോലീസിനടുത്ത് ചിലവായില്ല. അത് മാണ്ടറായിട്ട് വന്നു. ജോസ്മാനെയും അതുപോലെ ഭാര്യ ജെസ്സിയെയും അവരുടെ ഭാര്യയുടെ സഹോദരൻ അയാളെ സേവ്യറിനെയും കൂടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ കുടുംബങ്ങളിൽ നടക്കുന്ന ഇതുപോലെയുള്ള സംഭവങ്ങൾ കൈവിട്ട് പോകും. വയലൻസിലോട്ട് കയറി കഴിയുമ്പോൾ പലരും കൈവിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ മകളെ കൊല്ലാനായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. അവിടെ പിതാവ് ആ മകളുടെ രാത്രിയുള്ള സഞ്ചാരം അതിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പം പിടിവലിയും വഴക്കവും ഉണ്ടായി. അങ്ങനെയാണ് അബദ്ധവശാൽ കഴുത്ത് പിടിച്ച് ഞെരിച്ചു. അവൾ നിലവിളിച്ചിട്ടുണ്ടാവണം. അപ്പം കഴുത്ത് പിടിച്ച് ഞെരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സെർവൈക്കൽ ബോണിന് ഫ്രാക്ചർ വരാം. അതുപോലെ തന്നെ അവിടുത്തെ വെയിന് അവിടെ കട്ട് ചെയ്ത് പോകാം, ബ്ലീഡിങ് ഉണ്ടാകാം. ഏതായാലും പെൺകുട്ടി അന്നേരം തന്നെ കുഴഞ്ഞു വീണും മരിച്ചു. നാടകീയത രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന സമയത്ത് രാവിലെ നോക്കിയപ്പം മരിച്ചു കിടക്കുന്നു എന്നുള്ള രീതിയിൽ കഥ പ്രസൻറ്റ് ചെയ്തു. അത് പൊളിയുകയും ചെയ്തു. ഈ സംഭവത്തിന് മണ്ണഞ്ചേരി പോലീസ് ഇപ്പം അവരെ 3 പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്.